ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് മപ്പാസ് ആണ്. നമ്മുടെ കുട്ടനാട് ഏരിയയിലൊക്കെ ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തിലാപ്പിയ വെച്ചിട്ടാണ്. കരിമീനില്ല, തിലാപ്പിയാണ്. അതിനായി വേണ്ടത് 4 വലിയ സവോള നേർത്തതായിട്ട് അരിയണം, നൈസായിട്ട് കട്ട് ചെയ്യുക. 2 മീഡിയം സൈസ്ഡ് തക്കാളി, അത് വട്ടത്തിൽ കനം കുറച്ച് അരിയുക. ഗാർലിക്ക് 1 ബൾബ് അല്ലെങ്കിൽ 1 ഉണ്ട വെളുത്തുള്ളി, 1 ഇഞ്ച് ഇഞ്ചി, ഇതെല്ലാം ചെറുതായി തന്നെ അരിഞ്ഞെടുക്കുക. ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. പിന്നീട് നമുക്ക് വേണ്ടത് തേങ്ങയുടെ 2ാം പാല്, ഒരു 250 ml, 1ാം പാല് കട്ടിപ്പാല്, അതും ഒരു 3/4 ഗ്ലാസ് വേണം. നമുക്ക് 4 തിലാപ്പിയാണുള്ളത്, വലിയ സൈസ് 4 തിലാപ്പിയ. അതിലേക്കായിട്ട് നമുക്ക് 2.5 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുറച്ച് ടർമറിക് പൗഡർ, പിന്നീട് ആവശ്യത്തിന് ഉപ്പൊക്കെ നമ്മളുടെ രുചിക്കും നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഇതിൽ നന്നായിട്ട് വരഞ്ഞ മീനിലേക്ക് ഇത് തേച്ച് പിടിപ്പിക്കാം. മീനിൽ ഒരുപാട് അരപ്പ് തേച്ചുകൊണ്ട് ഒരിക്കലും രുചി വരില്ല. ആവശ്യത്തിന് മാത്രമേ അരപ്പ് തേക്കാവൂ. അത് മീൻ സാധാരണ രീതിയിൽ ഫ്രൈ ചെയ്യുന്ന കാര്യത്തിലായാലും സെയിം ആണ് കാര്യം. പിന്നീട് നമുക്ക് ഈ മീൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ എടുക്കുക. ഒരുപാട് മൊരിച്ച് അല്ലെങ്കിൽ ഒരുപാട് ഫ്രൈ ആക്കണ്ട, ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് മീൻ നിരത്തി കൊടുക്കാം. മീൻ ഉടഞ്ഞു പോകാതെ നോക്കുക. മീൻ ഒരിക്കലും ഉടഞ്ഞു പോകരുത്. അപ്പം മപ്പാസ് കാണാനുള്ള അതിൻ്റെ ഭംഗിയും പിന്നെ ആ ഒരു പ്രസൻറ്റേഷനായിട്ട് ഉള്ള ഭംഗി ഉണ്ടാവില്ല നമ്മൾ കറി പ്രസൻറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് ആവശ്യത്തിന് മാത്രം എണ്ണ കറിക്ക് വേണ്ടി എടുക്കുക. ഇവിടെ ഇപ്പം നമ്മൾ 2 സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇതിട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഇടുമ്പോൾ എപ്പോഴും ഇഞ്ചി ആദ്യം ഇടുക. ഇഞ്ചിക്ക് കുറച്ചുകൂടെ കട്ടിയും ഫ്രൈയും കൂടുതൽ വേണം കമ്പയർഡ് ടു വെളുത്തുള്ളി. അതിനുശേഷം 4 സവോള നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ, അതിട്ട് കൊടുക്കുക. ഇതേ എണ്ണയിലേക്ക് തന്നെയാണ് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിടുക. ഓൾറെഡി നമ്മൾ മീനിൽ ഉപ്പ് പുരട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നീട് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പച്ചമണം നല്ലപോലെ മാറണം. മല്ലിപ്പൊടി ആയതുകൊണ്ട് മല്ലിപ്പൊടിക്ക് കുറച്ച് മൂപ്പ് കൂടുതലാണ് മുളക് പൊടിയെക്കാട്ടിലും. അപ്പം മല്ലിപ്പൊടി എപ്പോഴും നന്നായിട്ട് വഴണ്ടി വരണം, അല്ലെങ്കിൽ അത് നമുക്ക് വയറിൽ ബ്ലോട്ടിംഗ് ഒക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ടാവും. മല്ലിപ്പൊടി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഉള്ളിയുടെ ഈ ഒരു രീതിയിലാണ് ഉള്ളി ഇരിക്കേണ്ടത്. ഒരുപാട് ഫ്രൈ ആകാനും പാടില്ല. ആ ഉള്ളി നമുക്ക് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അതേ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തിലാപ്പിയ ഇട്ട് കൊടുക്കാം. നമ്മളുടെ കയ്യിൽ ഈ ഒരു സൈസ് പാത്രമാണ് ഉള്ളത്. വലിയ പാത്രം ഉള്ളവർക്ക് ഈസി ആയിട്ടത് അടുക്കി വെക്കാം. ഇനി എന്താണ്, ആ ബാക്കി വന്ന എണ്ണയും ആ ഫിഷിൻ്റെ രസവും അതിനേക്ക് ഒഴിക്കുക. പിന്നീട് നമ്മൾ ആ മാറ്റി വെച്ചിരുന്ന ഉള്ളി ഇതിന് മുകളിലേക്ക് നിരത്തി കൊടുക്കുക. മീൻ ഉടയരുത്, മീൻ ഉടയാതെ വേണം ചെയ്യാനായിട്ട്. ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കറിയൊന്നുമല്ല, ഈസിയാണ്, ബട്ട് നല്ല ടേസ്റ്റിയാണ്. പിന്നീട് നമുക്ക് എന്താണ്, നമ്മൾ എടുത്തു വെച്ചിരുന്ന 2ാം പാലില്ലേ, അതൊഴിച്ചു കൊടുക്കുക. ഈ 2ാം പാലിൽ കിടന്ന് കുറച്ച് സമയം കറിയൊന്ന് തിളയ്ക്കണം, ഒരു 10 മിനിറ്റ്. 10 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കാം. ഇപ്പോൾ നോക്കിയാൽ ഉപ്പ് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. എത്ര കൂടുതലോ കുറവോ എത്ര വേണ്ടതെന്ന് നമുക്കറിയാൻ പറ്റും. ഞങ്ങൾക്ക് കുറച്ചും കൂടി ഉപ്പ് വേണം തോന്നി, അതുകൊണ്ട് കുറച്ചും കൂടി ആഡ് ചെയ്തു.
ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുക. എല്ലാവർക്കും അറിയാം നമ്മൾ മീൻ ഒരിക്കലും തവിയിട്ട് ഇളക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുക. പിന്നീടാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻ വരുന്നത്. ഈ കറി നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നൈസായിട്ട് അരിഞ്ഞ തക്കാളി ഈ മീനിന് മുകളിലായിട്ട് നിരത്തി കൊടുക്കുക. ഞാൻ വെറുതെ പറയുകയല്ല, ഈ തക്കാളിയുടെ രസം അതിലിറങ്ങുന്നതാണ് ഈ കറിയുടെ ഏറ്റവും ടേസ്റ്റ് തരുന്ന ഭാഗം. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ഇതാണ്. ഈ ഒരു ചെറിയ ചൂടിലിരുന്ന് ഈ തക്കാളി വെന്ത് അതിലേക്ക് നീരിറങ്ങുന്നു. ആ നീരും മീനും കൂടെ ചേർന്ന് വരുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. ലാസ്റ്റ് നമ്മൾ എടുത്തു വെച്ചിരുന്ന 1-ാം പാല് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യുക. 1-ാം പാൽ ഒഴിക്കുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. അത് അടച്ചു വെക്കുക. ഈ കറി കുറച്ച് നേരം അവിടെ ഇരുന്ന് തണുക്കുക. ഇതായിരിക്കും നമ്മുടെ ഔട്ട്കം. ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.